ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾ തമ്പനയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഇന്നൊരു ഷമാം ജ്യൂസിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഈ ഒരു സൈസിലുള്ള ഷമാമാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മളിത് ഫുള്ളും അല്ല ഇപ്പോൾ ജ്യൂസ് അടിക്കുന്നത്. ഒരു ഹാഫ് ഷമാമാണ്, ഇതിൻ്റെ ഒരു ഹാഫ് പീസേ നമ്മൾ ജ്യൂസ് അടിക്കാൻ എടുക്കുകയുള്ളൂ. ഷമാം എന്ന് പറയുമ്പോൾ എല്ലാവരും ഈ ഫ്രൂട്ട്സ് സ്റ്റാളിലാണെങ്കിലും എന്തെങ്കിലും മാൾസിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ, ഷോപ്പിംഗ് മാളിലൊക്കെ ഇരിക്കുകയാണെങ്കിലും നമ്മൾ കൂടുതലും റേറ്റ് കൂടുതലാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആപ്പിള് അല്ലെങ്കിൽ ഗ്രേപ്സ്, ഓറഞ്ച് അങ്ങനെയുള്ള ഫ്രൂട്ട്സ് നമ്മൾ ജ്യൂസ് അടിക്കാനൊക്കെ മേടിക്കും. പക്ഷേ സത്യത്തിൽ അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് റേറ്റാണ് നമ്മുടെ ഷമാമിന്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സൈസ് ഷമാമിന് ഏകദേശം 50 രൂപയിൽ താഴെയുള്ളൂ, 50 ബിലോ ഉള്ളൂ പ്രൈസ്. നമുക്ക് പിന്നെ നമ്മൾ ഈ ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസൊക്കെ അടിക്കുന്ന പോലെ തന്നെ അരിച്ച് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജ്യൂസായിരിക്കും ഷമാം ജ്യൂസ്. ഈ ഷമാം ജ്യൂസ് തന്നെ പലരും പല രീതിയിൽ ഉണ്ടാക്കും കേട്ടോ. നമ്മളിപ്പോൾ ഷമാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഫ്രീസ് ചെയ്ത പാലിട്ടിട്ട് ഷമാം ഷേക്കായിട്ടും കുടിക്കും. ഈ മുസ്ലിംസൊക്കെ പെരുന്നാൾ സമയത്ത് നോമ്പ് തുറക്കൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്ന ജ്യൂസ് ഷമാം ജ്യൂസൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വേനൽക്കാലത്ത് ചൂടിനൊക്കെ ഒരു ആശ്വാസമായിട്ട് നമുക്ക് ഷമാം മേടിച്ച് ജ്യൂസ് അടിച്ച് കുടിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സമയത്ത് നമ്മൾ ഷമാം ജ്യൂസിൻ്റെ ഒരു പ്രിപ്പറേഷൻ വീഡിയോയിലിട്ട് അധികം സത്യത്തിൽ വീഡിയോ എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. അധികം സാധാരണ നമ്മൾ ജ്യൂസ് അടിക്കുന്ന പോലെ തന്നെ നമ്മളിതിൽ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അതേ ഷമാം 2 പീസാക്കി വെച്ചിട്ടുണ്ട്. ഈ നടുവിലത്തെ ഈ കുരുക്കളൊന്നും വേണ്ട കേട്ടോ. ഇതൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പീസാണ് ഞാനിവിടെ എടുക്കുന്നുള്ളൂ. ഒരു പീസും ബാക്കി ഉള്ള പീസും നമ്മൾ കുരു കളഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് വേറൊരു ദിവസം അടിക്കും. വേറൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ അടിക്കും. അപ്പോൾ നമ്മളിത് കുരു കളഞ്ഞിട്ട് വേണം ജ്യൂസ് അടിക്കാൻ. കുരുവും കൂടിയിട്ട് അടിച്ചതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് അരിക്കേണ്ടി വരും. അപ്പോൾ ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടിക്കേണ്ട ഒരു ആവശ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുരുവൊക്കെ കളയുന്നത്. കുരുവിടെ ആവശ്യമില്ല നമുക്ക് സത്യം പറഞ്ഞാൽ. പിന്നെ നിങ്ങൾ ഇതിൻ്റെ തൊലി കളയുമല്ലോ, നമ്മുടെ ഈ ഷമാമിൻ്റെ തൊലി കളയാൻ നേരത്ത് ഒരു വൈറ്റ് കളർ അറ്റത്തില്ലേ, അതും കൂടി കളയണം. അപ്പോൾ എന്നാലേ ആ മധുരം നമുക്ക് കിട്ടുള്ളൂ. അത് നല്ല മധുരമുള്ള ഷമാമാണെങ്കിൽ ഇത് കിട്ടുള്ളൂ. ഈ വൈറ്റ് കളറും കൂടി എടുത്താൽ നിങ്ങൾ പെട്ടെന്ന് ലാഭിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ കുറച്ച് തൊലിയെ കളഞ്ഞുള്ളൂ. വൈറ്റ് കളർ അവിടെ നിർത്തിയാൽ അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതിന്. അപ്പോൾ നമ്മൾ ആ വൈറ്റ് കളറും കൂടി കളഞ്ഞിട്ട് വേണം. ഷമാമിൻ്റെ ആ ഓറഞ്ച് കളർ മാത്രമായിരിക്കണം നമ്മൾ ജ്യൂസ് അടിക്കാൻ കൂടുതലും എടുക്കേണ്ടത്. അങ്ങനെ ഫുൾ വൈറ്റും കളഞ്ഞാൽ ഷമാം ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാൻ കുറച്ച് വൈറ്റ് ഇരുന്നോട്ടെ, കുറച്ച് കട്ടിയിൽ തൊലി കളഞ്ഞെടുത്താൽ മതി. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മിക്സിയിലിട്ടിട്ട് പെട്ടെന്ന് അടിഞ്ഞ് കിട്ടാൻ പാകത്തിന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ആദ്യം കുരു കളഞ്ഞ് തോലൊക്കെ കളഞ്ഞിട്ട് നമ്മൾ നീളത്തിൽ ഇതേപോലെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തൊലിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട്, കുറച്ച് തൊലി പോലും ഇല്ല. ഇനി നമുക്കിത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ജ്യൂസ് അടിക്കാനായിട്ട് ഇടാൻ. നമ്മളുടെ ഈ ഒരു സൈസിൽ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ട് തുടങ്ങാം. നിങ്ങൾക്ക് ഇതിലും വലിയ പീസ് എടുക്കണമെങ്കിൽ, നല്ല പഴുത്ത ഷമാമാണെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഈ സൈസായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളൊരു നമ്മുടെ ജ്യൂസർ ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് എല്ലാം. നമുക്ക് ഈ ജ്യൂസ് അടിക്കുമ്പോഴാണ് കേട്ടോ, നമ്മളിപ്പോൾ പാലാണ് ഇടണമെങ്കിൽ പാലിടുക, അതൊക്കെ ചേർക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ നമുക്ക് വെള്ളമാണ്. ഞാൻ തണുത്ത കുറച്ച് ഷമാമിന് നല്ല വാട്ടർ കണ്ടൻറ്റുള്ള ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ, വളരെ കുറച്ച് വെള്ളം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5-6 ഇപ്പോൾ ഐസ് ക്യൂബ്സ് ആണ് ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 5-6 ഐസ് ക്യൂബ്സ് ഇട്ടാലും മതിയാവും, വെള്ളം ചേർക്കണം എന്നില്ല. അപ്പോൾ പാലാണെങ്കിൽ ഷേക്കാണ് ഉണ്ടാക്കണമെങ്കിൽ പാലൊരു പാക്കറ്റൊക്കെ ഇടുക. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ ഇടാം. ഇപ്പം ഞാൻ ഒരു വലിയ സ്പൂൺ ഷുഗർ ഇട്ടിട്ടുള്ളൂ. അത് തന്നെ ധാരാളമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഷുഗറി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് നമ്മുടെ ഷമാം. ഇനി നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഷമാം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഒട്ടും തരിയില്ലാതെ വേണം കേട്ടോ. ചിലപ്പോൾ ഇത് കട്ടിയായിട്ടൊക്കെ ഇരിക്കും. ഒട്ടും തരിയില്ലാതെ ഷമാം ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 2 ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഷമാം ജ്യൂസ്. കളർ ഇങ്ങനെ ആയിരിക്കും കേട്ടോ, കുറച്ചും കൂടി ഡാർക്ക് ഓറഞ്ചുള്ള ഷമാമൊക്കെ ഉണ്ട്. ഇത് കളർ കുറവാണെന്ന് കരുതിയിട്ട് നമ്മുടെ ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല. നല്ല സൂപ്പർ ഷമാമാണ്.
അപ്പോൾ നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണെന്ന് കരുതി ആരും ഷമാം മേടിക്കാതിരിക്കരുത്. എല്ലാവരും ഷമാം വാങ്ങിച്ച്, നല്ല വിലക്കുറവിലാണ് ഇപ്പോൾ ഷമാമുള്ള. എല്ലാവരും ഷമാം വാങ്ങിച്ചിട്ട് വീട്ടിൽ ജ്യൂസ് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.